ഹലോ, അപ്പോൾ നമ്മൾ മീഷോന്ന് വളരെ കുറച്ച് ഓർണമെൻറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഓർണമെൻറ്റ്സിൻ്റെ ഹോളാണ്. നമുക്ക് ഏതൊക്കെയാണ് ഞാൻ വാങ്ങിയ ഓർണമെൻറ്റ്സ് എന്ന് കാണിച്ചു തരാം. ആൻഡ് അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നത് ഈ ഒരു അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നത്. പക്ഷേ പാക്കേജ് തുറക്കുമ്പോൾ ഇതിൽ ഈ ഒരു സംഭവം ഉള്ളൂ കേട്ടോ. ഗോൾഡൻ ആക്സസറി ആണ്. എനിക്ക് പൊതുവേ ഗോൾഡൻ ആക്സസറീസ് കുറവാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഞാൻ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടിയാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന്. ആൻഡ് ഇതാണ് നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു ഗൗണിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സിങ്ക് ചെയ്ത് പോവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ട്. ഇങ്ങനെ ഫോട്ടോ ഇവിടെ കൊടുക്കാം, അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് നമ്മൾ വാങ്ങിയ ജ്വല്ലറിയാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആൻഡ് പോപ്പുലറാണ്. എപ്പോഴും നമുക്ക് ഇങ്ങനെ മീഷോയിൽ നോക്കിയാൽ കാണാവുന്ന നല്ലൊരു ഇഡലൻ ജ്വല്ലറിയാണ്. ഇത് ഒരു നമുക്ക് ഇങ്ങനെ നല്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് സൂട്ടാവുന്ന എല്ലാത്തിൻ്റെ കൂടെയും പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്ന അടിപൊളി ആൻഡ് ഭയങ്കര സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു സംഭവം കാതിൽ കിടക്കുന്നുണ്ടെന്നേ തോന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ട് ആൻഡ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നമ്മൾ സാധാരണ ജ്വല്ലറീസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറി വാങ്ങുമ്പോൾ. പക്ഷേ ഇങ്ങനൊരു സാധനം നമ്മൾ കാതിലിട്ടുണ്ടെന്നേ അറിയില്ല, ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അടുത്തത് എഗെയിൻ ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. ഇത് കുറച്ച് ഹെവിയാണ് കാണുമ്പോൾ, പക്ഷേ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ഇൻ ദ സെൻസ് ഇങ്ങനൊരു സാധനം കാതിലുണ്ടെന്ന് തോന്നില്ല. കാരണം ഇത്രയും വലിയൊരു സാധനം ഇടുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല ഒരു പ്ലെയിൻ കുർത്തയുടെ കൂടെ അല്ലെങ്കിൽ ചാമ്പലി ഇയറിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പിന്നെയും കമ്പാരിറ്റീവ്ലി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. പൊതുവെ ഉള്ള കമ്മലുകൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് തീരെ വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫോട്ടോയുടെ കൊടുക്കാം. പിന്നെ ഷോർട്സിൽ എന്തായാലും നിങ്ങളിത് കാണുമല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. നെക്സ്റ്റ് ഇയറിങ്സ് എഗെയിൻ ഇതിങ്ങനെ എപ്പോഴും നമ്മൾ മീഷോയിൽ കയറി നോക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഇയറിങ്സ് ആണ് ഈ ഒരു ഇയറിങ്സ്, ഒരു ഗണപതിയുടെ. ഇത് തീരെ വെയിറ്റ് ഇല്ല, പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അത്രയും ക്വാളിറ്റി ഇല്ല അതിന്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത്. പക്ഷേ ഇടുമ്പോൾ ആസ് സച്ച് ഇത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ആ ഒരു ക്വാളിറ്റി എനിക്കിതിന് ഫീൽ ചെയ്തില്ല. പക്ഷെ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭംഗിയുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. യെസ്, അപ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇയറിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഇയറിങ്സിൽ 2 എണ്ണം കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവമാണ്. ഭംഗിയുണ്ടോ ചോദിച്ചാൽ ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിങ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇയറിങ്സ് ഇതാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു മിനിറ്റ് കാണാം. ഇതാ കണ്ടോ, നമുക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഓട്ട പോകാൻ തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഇയറിങ്സ്. ഇങ്ങനത്തെ കോസ്റ്റ്യൂമിന്റെ കൂടെ അടിപൊളിയായിട്ട് പോകും. നല്ല ട്രഡീഷണൽ ആയിട്ടും അതേപോലെ തന്നെ കാണിച്ചു കൊടുക്കാം. അതേപോലെ നല്ല എത്നിക് വെയർസിന്റെ കൂടെയും അടിപൊളിയായിട്ട് പോകുന്ന നല്ലൊരു ഇയറിങ്സ് ആണ്. എനിക്ക് കൈവിടൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്തത് കാണിച്ചു കൊടുക്കും. കൈ എങ്ങനെ പിടിക്കുക, പൗഡറിൽ മുങ്ങിയും കുത്തി വീണേക്കുക. അപ്പോൾ ഇതാണ്. ഇത് കുഞ്ഞൊരു കിലുക്കുണ്ട്. ഇത് നമ്മുടെ എത്നിക് വെയർസിൻ്റെ കൂടെ കുർത്തയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. എത്നിക് വെയർസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകും. പക്ഷേ എനിക്കിത് രണ്ട് സൈസായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് വേണമെങ്കിൽ മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഷോർട്സിൽ കാണുമ്പോൾ ഞാനത് അങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത കമ്മലും കൂടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്തൊരു ഇയറിങ്സ് ആണ്. ഇത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആണ്, ട്രെൻഡി ആണ്. പക്ഷേ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ജിംക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഞാൻ കണ്ടതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സൈസ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ചെരുപ്പ് കാണിച്ചു തരാം. ചെരുപ്പ് ഫസ്റ്റ് വന്നത് ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വന്നത്. ഇത് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. പക്ഷേ എനിക്കിത് റിട്ടേൺ ചെയ്യണം. കാരണം എൻ്റെ സൈസ് ഇത് കറക്റ്റ് അല്ല. 2 ചെരുപ്പും സൈസ് കറക്റ്റ് അല്ല. ഞാൻ വിചാരിച്ച സൈസ് ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് റിട്ടേൺ ചെയ്യാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും എല്ലാം ഫിനിഷിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഓർഡർ ചെയ്ത ആ ഒരു സാൻഡൽ. പക്ഷേ എനിക്കിത് ഞാൻ വലിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിത് സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഞാൻ അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ട്, കാരണം നമുക്കിത് റിട്ടേൺ ചെയ്യാനുള്ളല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വന്ന അടുത്തൊരു സാൻഡലാണ്. ഇതും നല്ലൊരു അടിപൊളി. ഇപ്പോൾ എല്ലാവരും ജീൻസിനൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ യൂസ് ചെയ്യണേ. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് പക്ഷേ ഇതിൻ്റെ സൈസ് 39 ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് പാകമല്ല. പക്ഷെ പ്യോർ റബ്ബറി, നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. ഗ്രിപ്പും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി സാൻഡലാണ്. അപ്പോൾ അടുത്തത് മീഷോയിൽ നിന്ന് നമ്മളൊരു ഡ്രസ്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള, മിന്ത്രയിലൊക്കെ എപ്പോഴും കാണാറുള്ള അടിപൊളി ഒരു മോളോ
പൈപ്പ് തുറന്നിടല്ലേ. മീഷോയിലൊക്കെ കാണാറുള്ള അടിപൊളിയായിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒരു വീനെക്കിൽ കട്ടിങ് വന്നിട്ടുള്ളതാണ് മീഷോയിൽ കാണാറുള്ളത്, സോറി മിന്ത്രയിൽ കാണാറുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പ്. കയ്യിൽ ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, കണ്ടാ സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ്. ഇത് പോളിസ്റ്റർ ആണ്, നമ്മൾ ആ മിന്ത്രയിൽ കാണുന്ന മെറ്റീരിയൽ. അത് ഞാൻ വാങ്ങിയിട്ടില്ല ആക്ച്വലി, പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ കയ്യിൽ നമുക്കൊരു ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും ഇട്ടിട്ട് കൊടുക്കാം. പക്ഷെ എക്സ്ട്രാ സ്മോൾ ഓർഡർ ചെയ്തിട്ടും എനിക്കിത് സൈസ് ഭയങ്കര കൂടുതലാണ്. കണ്ടാൽ തന്നെ അറിയാം, ഇത്രയും എനിക്ക് പുറച്ച് കിടക്കാനുള്ള അത്രയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പ്. പക്ഷെ എനിക്കിത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ലുക്ക് എനിക്കിതിന് ഫീൽ ചെയ്തില്ല കേട്ടോ. ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലോക്കൽ സംഭവം, നല്ല മെറ്റീരിയൽ ആണ്, നല്ല ഷൂ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇത് കുറച്ച് ലൂസാണ്. ഞാൻ ഓർഡർ ചെയ്ത സൈസ് മാറിപ്പോയി, അപ്പോൾ അതെന്തായാലും മാറ്റണം. എനിക്ക് 37 38 മതി. അപ്പോൾ ഇത് 39 ആണ് സൈസ് വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ലൂസാണ്, ബട്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് മീഷോയിൽ വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 സാൻഡൽസ് ആണ്. ഒന്ന് ഇതാണ് കേട്ടോ, ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, ക്വാളിറ്റി വൈസ് ആയാലും അടിപൊളിയാണ്. അതേപോലെ ഈ സംഭവം ആയാലും ഒക്കെ അത്യാവശ്യം നല്ല ക്ലോത്തുമാണ്, നല്ല ടൈറ്റായിട്ട് നല്ലോണം എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കലല്ല, നന്നായിട്ട് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ നല്ല സ്റ്റഡി ആയിട്ടുള്ള അടിപൊളി ചെരുപ്പാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. ആൻഡ് അതേപോലെ തന്നെ അടുത്തൊരു ചെരുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് പെർഫെക്റ്റ് സൈസിലും വന്നിട്ടുള്ള ആകെയുള്ള ഒരു സാധനമാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് 40 ആണ് കൊടുത്തത്. പക്ഷെ എനിക്ക് എന്തോ സൈസ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇട്ടപ്പോൾ എനിക്ക് പാകമായിട്ടാണ് തോന്നിയത്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്, നല്ല അടിപൊളി ഒരു ചെരുപ്പാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. എപ്പോഴും നമ്മൾ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.